ലഹരി കേസ് പ്രതിയുടെ സ്വത്ത് പോലീസ് കണ്ടുകെട്ടി. മലപ്പുറം സ്വദേശി കണ്ണനാരിപ്പറമ്പിൽ സിറാജിന്റെ സ്വത്താണ് കണ്ടുകെട്ടിയത്. ലഹരി വിറ്റ് നേടിയ സ്വത്ത് കണ്ടുകെട്ടുകയും ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുകയും ചെയ്തു. കോഴിക്കോട് ടൗൺ പോലീസാണ് നടപടിയെടുത്തത്. മലപ്പുറത്ത് പ്രതിയുടെ പേരിലുള്ള 4.5 സെന്റ് സ്ഥലവും പ്രതിയുടെ പേരിലുള്ള സ്കൂട്ടർ എന്നിവയാണ് കണ്ടുകെട്ടിയത്. ചെന്നൈ ആസ്ഥാനമായ സ്മഗ്ലേഴ്സ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് മാനിപ്പുലേറ്റേഴ്സ് അതോറിറ്റിയുടെ ഉത്തരവ് പ്രകാരമാണ് കണ്ടുകെട്ടൽ. ഫെബ്രുവരി 16-ന് 778 ഗ്രാം MDMA-യുമായി സിറാജ് പിടിയിലായിരുന്നു. ഈ കേസിലാണ് പോലീസിന്റെ സ്വത്ത് കണ്ടുകെട്ടൽ നടപടി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ആനിഹാൾ റോഡിൽ നിന്നും ടൗൺ പോലീസും സിറ്റി ഡാൻസ് ഓഫും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് 778 ഗ്രാം MDMA-യുമായി സിറാജ് പിടിയിലാകുന്നത്. പ്രതിയുടെ പേരിലുള്ള മലപ്പുറം ജില്ലയിലെ ചെറുകാവിലുള്ള പ്രതിയും കുടുംബവും താമസിക്കുന്ന വീട് ഉൾപ്പെടെയുള്ള 4.5 സെന്റ് സ്ഥലവും പ്രതിയുടെ പേരിലുള്ള KL 11 BR 5623 എന്ന സ്കൂട്ടറുമാണ് ടൗൺ പോലീസ് കണ്ടുകെട്ടിയത്. കൂടാതെ കോഴിക്കോട് ആക്സിസ് ബാങ്കിന്റെ മാലപ്പറമ്പ് ശാഖയിൽ പ്രതിയുടെ പേരിലുള്ള അക്കൗണ്ടും പ്രതിയുടെ ഉമ്മയുടെ അക്കൗണ്ടും മരവിപ്പിക്കുകയും ചെയ്തു. മുംബൈയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഡ്രസ് മെറ്റീരിയൽ കൊണ്ടുവന്ന് വിവിധ കടകളിൽ വിൽക്കുന്നതിന്റെ മറവിലാണ് സിറാജ് MDMA കേരളത്തിലേക്ക് കടത്തുന്നത്. യുവാക്കൾക്കിടയിൽ മയക്കുമരുന്ന് മൊത്തമായും ചില്ലറയായും വിൽപ്പന നടത്തി വൻതോതിൽ സാമ്പത്തിക ലാഭം നേടുകയായിരുന്നു പ്രതിയെന്ന് പോലീസ് വ്യക്തമാക്കി. അന്വേഷണത്തിൽ പ്രതി പലതവണ കോഴിക്കോട്ടേക്ക് MDMA കടത്തിയതായി സമ്മതിക്കുകയും ചെയ്തു. 2020-ൽ ഹിമാചൽ പ്രദേശിലെ ബോന്ദർ പോലീസ് സ്റ്റേഷനിൽ LSD, MDMA, മയക്ക് ഗുളികകൾ എന്നിവയുമായി അറസ്റ്റിലായ പ്രതി 10 മാസത്തോളം ജയിലിലായിരുന്നു. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി വീണ്ടും മയക്കുമരുന്ന് കടത്തിൽ സജീവമാകുന്നതിനിടയിലാണ് കോഴിക്കോട് വെച്ച് MDMA-യുമായി വീണ്ടും പിടിയിലായത്. പ്രതിയുടെയും പിതാവിൻ്റെയും മാതാവിൻ്റെയും പേരിൽ വിവിധ ബാങ്കുകളിൽ നിന്നായി എടുത്ത ഭവന വായ്പ പ്രതി ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തിരിച്ചടച്ചു. ഇതോടൊപ്പം പ്രതിയുടെ മാതാവിൻ്റെ അക്കൗണ്ടിലൂടെയാണ് പല ഇടപാടും നടത്തിയിരുന്നത്. ആഡംബര ജീവിതം നയിക്കാൻ വേണ്ടിയാണ് പ്രതി ലഹരി ഇടപാടിലൂടെയുള്ള പണം ചെലവഴിച്ചത് എന്നും ഡൽഹി, ഗോവ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരി മാഫിയ സംഘത്തിലെ മുഖ്യ കണ്ണിയാണ് പ്രതിയെന്നും പോലീസ് കണ്ടെത്തി. NDPS നിയമത്തിലെ 68F വകുപ്പ് ഉപയോഗിച്ചാണ് സ്വത്തുക്കൾ പിടിച്ചെടുക്കുന്ന നടപടികൾ സ്വീകരിച്ചത്. ലഹരി വസ്തുക്കളുമായി പിടികൂടുന്ന കുറ്റവാളികളെ ജയിലിൽ അടക്കുകയും സ്ഥിരം കുറ്റവാളികളായവരെ കാപ്പ ചുമത്തി നാടുകടത്തുകയും ചെയ്യാറുണ്ട്. ഇതിന് പുറമെയാണ് മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിക്കുന്ന വാഹനം കൂടാതെ ഇവർ ലഹരി വിൽപ്പനയിലൂടെ സമ്പാദിച്ച മുഴുവൻ സ്വത്തുവകകളും കണ്ടുകെട്ടുന്നതോടൊപ്പം ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുന്നതടക്കമുള്ള നടപടികളും പോലീസ് സ്വീകരിക്കുന്നത്. അനധികൃതമായി സമ്പാദിച്ചതാണെന്ന് കണ്ടെത്തിയാൽ ലഹരിക്കടത്ത് സംഘങ്ങളുടെയും അവരുടെ ബന്ധുക്കളുടെയും അവരെ സഹായിക്കുന്നവരുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടാനും നിയമമുണ്ട്. മയക്കുമരുന്ന് വിൽപ്പനക്കാരെ സഹായിക്കുന്നവരെയും നിയമം കൊണ്ട് പൂട്ടാനാണ് പോലീസിന്റെ നീക്കം. മലയാളം ടെലിവിഷൻ, കോഴിക്കോട്. ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വെല്ലും കരുത്തുമായി ഫെയർടെക് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്. ഫെയർടെക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ: ഹൈ ക്വാളിറ്റി GA ഷീറ്റിൽ നിർമ്മിക്കുന്നവ, തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ, വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു, ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു. ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല, ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം. ഇനി ഫെയർടെക് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ, സമയവും സമ്പത്തും ലാഭിക്കൂ. ഫെയർടെക് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്.